ബ്രസീൽ അർജന്റീന വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന റൈവൽറി അതെങ്ങനെ തുടങ്ങിയെന്ന് അറിയാം നമുക്ക്. ദ ഡ്രീം ഈസ് ഓവർ, നൈറ്റ് മെയർ കണ്ടിന്യൂസ്. ബോലോ ഹൊറിസോണ്ടയിൽ 7-1 ജർമ്മനിയോട് തോറ്റ് 2014 പുറത്തായതിന്റെ പിറ്റേന്ന് ബ്രസീലിയൻ പത്രങ്ങൾ എഴുതിയത് ഇങ്ങനെയാണ്: മറക്കാനയിലെ ചരിത്രപ്രസിദ്ധമായ കണ്ണീർ മായ്ച്ച് കപ്പുയർത്തുക എന്നതായിരുന്നു അതിലവരുടെ സ്വപ്നം. അതേ മറക്കാനയിൽ സ്വന്തം മണ്ണിൽ അർജന്റീന കപ്പെടുക്കുന്നത് കാണുക എന്നത് ദുസ്വപ്നവും. റൈവൽറികൾ അങ്ങനെയാണ്. അവസാന ദിവസം എനിക്കില്ലെങ്കിലും അവനാവരുതെന്നത് മാത്രമായത് ചുരുങ്ങും. എനിവേ, സ്വപ്നം തകർത്ത ജർമ്മനി തന്നെ ദുസ്വപ്നത്തിൽ നിന്നവരെ തട്ടിയുണർത്തി ആ ലോകകപ്പ് കൊണ്ട് യൂറോപ്പിലേക്ക് 2014 വിമാനം കയറി. കൃത്യം 100 വർഷം മുന്നേ 1914 റോക്ക കപ്പ് കളിക്കാൻ റയോ ഡി ജനീറോയിൽ നിന്ന് ബ്യൂണസ് അയർസിലേക്ക് ബ്രസീലുകാർ കപ്പൽ കയറുന്നതോടെ അർജന്റീന ബ്രസീൽ കാൽപന്ത് കളിക്കഥ ഔദ്യോഗികമായി തുടങ്ങുന്നു. കപ്പൽ കരക്കെത്താൻ ഒരാഴ്ച വൈകിയതോടെ സൗഹൃദ മത്സരത്തിൽ അർജന്റീനയും അടുത്തയാഴ്ച നടന്ന റീമാച്ചിൽ ബ്രസീലും ജയിക്കുന്നതോടെ ആ റൈവൽറിക്ക് നീതിപൂർണമായ കിക്ക് ഓഫ്. അങ്ങനെ ആദ്യ കളിക്ക് തന്നെ റൈവൽറി ഉണ്ടാവണമെങ്കിൽ അതിനു മുന്നേ കളിയില്ലാത്തൊരു കാര്യമുണ്ടാവണം, കാരണവും ഉണ്ടാവണം, തമ്മിൽ തല്ലുണ്ടാവണം, ചോര് പൊടിഞ്ഞിരിക്കണം. അങ്ങനെ നോക്കിയാൽ ഇന്ന് ഫുട്ബോൾ ലോകത്തെ പ്രധാന പവർ ഹൗസുകളിൽ പലരും ആ തല്ലിന്റെ ടൂർണമെന്റിൽ കളിച്ചിട്ടുണ്ട്, ഗോളടിച്ചിട്ടുണ്ട്, കാർഡ് കിട്ടിയിട്ടുണ്ട്, സമനിലയും ജയപരാജയവും മറിഞ്ഞിട്ടുമുണ്ട്. തെക്കൊരു ദേശത്തെ ഏതാണ്ട് മുഴുവൻ ജനതയും ആയുധം കൊണ്ടും വാക്സിൻ എന്താണെന്നറിയാത്തിടത്ത് മനഃപൂർവ്വം പ്ലേഗും സ്പാനിഷ് ഫീവറും പരത്തി കൊന്നും ആഫ്രിക്കൻ അടിമകളെ കൊണ്ടുവന്ന് പണിയെടുപ്പിച്ചും സ്വർണവും വെള്ളിയും വിളകളും കൈക്കലാക്കി വെള്ളക്കാർ യൂറോപ്പിലേക്ക് കടത്തിയതിനൊപ്പം അവർക്ക് സ്വന്തമായ സംസ്കാരവും ഭാഷയും ഇല്ലാതാക്കി ലാറ്റിനിൽ നിന്നുരുത്തിരുന്ന സ്പാനിഷും പോർച്ചുഗീസും സംസാരിക്കുന്ന ഒരു പ്രദേശമായി ബാക്കി വെക്കുന്നതോടെയാണ് അത് ലാറ്റിൻ അമേരിക്കയാവുന്നത്. അർജന്റീനയും ബ്രസീലും ഉറുഗ്വേയും കൊളംബിയയുമെല്ലാം അങ്ങനെ ലാറ്റിൻ അമേരിക്കൻ ടീമുകളാവുന്നത്. യൂറോപ്പിൽ അധികാര വടംവലിയിൽ ഓൾറെഡി റൈവൽറിയായിരുന്ന സ്പെയിനിന്റെ കോളനി അർജന്റീനയും പോർച്ചുഗലിന്റെ കോളനി ബ്രസീലും സൂചി സ്പേസിൽ തൂമ്പ കയറ്റുന്ന ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള ഇമ്പീരിയൽ ശക്തികളുടെ അധിനിവേശാഗ്രഹം ശേഷം സ്വതന്ത്ര അർജന്റീനക്കും ബ്രസീലിനും താല്പര്യമുണ്ടായിരുന്ന ഇന്നത്തെ ഉറുഗ്വേയുടെ ഒരു അതിരുകൂടിയായ റയോ ഡി പ്ലാറ്റ എന്നറിയപ്പെടുന്ന ആഴിതീരം പിടിക്കാനുള്ള കച്ചവട ഭൂമി കൈക്കലാക്കാനുമുള്ള നൂറ്റാണ്ടുകളുടെ അടിയാണ്, യുദ്ധമാണ്, ചോരക്കളിയാണ് ഈ റൈവൽറിയുടെ തുടക്കം. ആ തർക്കം മൂത്ത് തമ്മിൽ കോർത്ത് തല്ലിത്തീർക്കുന്ന സംഘർഷങ്ങളുടെ പ്ലറ്റീൻ യുദ്ധത്തിന്റെ അന്തിമം സിസ് പ്ലാറ്റിന എന്ന പ്രദേശം 1828 സ്വതന്ത്രമായി ഉറുഗ്വേയായി. തമ്മിൽ തല്ലിയ മുറിവുണക്കാൻ ബ്രസീലിന്റെ അർജന്റീനൻ സ്ഥാനപതി ജൂലിയ റോക്കോ അങ്ങേരുടെ പേരിൽ 1914 റോക്കോ കപ്പ് തുടങ്ങി. ഭൂമി തർക്കത്തിൽ പുറത്തു വന്ന ഭൂതത്തെ ഭൂമിയെ പോലുരുണ്ട തുകൽപന്തിൽ ആവാഹിക്കാമെന്ന് അയാൾക്ക് തോന്നി. യുദ്ധാനന്തരമുണ്ടായ ഉറുഗ്വേ ബ്രസീലിനും അർജന്റീനക്കും സ്പെയിനിനും ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും മുന്നേ ആദ്യത്തെ ഫുട്ബോൾ ജേതാക്കളായി. 30 ഫൈനലിൽ അർജന്റീനയെ തകർത്ത് 50 വീണ്ടുമായി മാരക്കാനയിൽ ബ്രസീലിനെ കരയിച്ച് തങ്ങളുടെ ഭൂമിക്കായി തല്ലുകൂടിയവരോട് 2 വട്ടം ജയിച്ച് കാൽപന്ത് കളിയിലെ ഭാവി നീതിയായി. ഒരേ സമയം തെക്കേ അമേരിക്കയിലെ അയൽപ്പക്ക ഭൂമികകൾ ഒരേപോലെ യൂറോപ്യൻ കൊളോണിയലിസത്തിന്റെ ഇരകളായി തീർന്ന് പുറത്തു വന്നത് 2 ധ്രുവങ്ങളായാണ്. സ്വാതന്ത്ര്യശേഷം യൂറോപ്പിൽ നിന്ന് കപ്പിലിറങ്ങിയവരെ മാത്രം ചേർത്തൊരു വെളുത്ത രാജ്യമായി അർജന്റീനയും അടിമകളായി വന്ന ആഫ്രിക്കരെയും തദ്ദേശീയ ജനതയെയും വെളുത്തവരെയും ചേർത്തൊരു പലവർണ്ണ ജനതയായി ബ്രസീലും മാറി. തങ്ങൾ കപ്പലിറങ്ങിയവരെന്നും ബ്രസീലുകാർ കാടിറങ്ങിയവരെന്നും അർജന്റീനക്കാർ ഈരടികളുണ്ടാക്കി പാടി. അതിനെതിരെയുള്ള അമർഷം കളിക്കളത്തിൽ ജിങ്കയുടെ മഴയിൽ വിരിയിച്ച് ബ്രസീൽ ആടി. സെറ്റിലേഴ്സ് വേഴ്സസ് റെസിലിയൻ ഈഗോ കളത്തിൽ ഏറ്റുമുട്ടി. ഭൂമിത്തർക്കം, സാമ്പത്തികമതിനപ്പുറം ഈ റൈവൽറിയുടെ കൾച്ചറൽ റീസൺ അന്നാട്ടിൽ പടർന്നു കിടക്കുന്നത് അവിടെയാണ്. മീൻവൈൽ ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്ത് മലബാർ കോസ്റ്റിൽ കപ്പലിറങ്ങിയവർ തീരത്ത് പന്ത് തട്ടുന്ന കണ്ട് മലയാളികൾ കൗതുകം കൊണ്ടു. പിറ്റേതുകൊണ്ട് പന്തുണ്ടാക്കി വൈകുന്നേരം തീരത്തേക്ക് ഇറങ്ങി. ക്രിക്കറ്റ് പോലെ ജനാധിപത്യമില്ലാത്ത, കൂടുതൽ സമയം കളിക്കാർ തന്നെ കാണികളായി നിൽക്കേണ്ട, ഫിസിക്കലായി വലിയ ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത, സ്റ്റെമ്പും ബാറ്റും ബോൾ കുത്തിയാൽ തിരിയാത്ത പിച്ചും വേണ്ട കളിയെ വിട്ട് ഭൂമിയിൽ അവസാന മനുഷ്യനായാലും കളിക്കാനാവുന്ന ഫുട്ബോൾ അവർക്കിടയിൽ 20-ാം നൂറ്റാണ്ടിന്റെ പാതിയോടെ കയറി കൊളുത്തി. താല്പര്യമുള്ളതിനെപ്പറ്റി അറിയാൻ പണ്ടേ കൊതികളായവർ ലോക ഫുട്ബോളിനെ പറ്റി അപ്ഡേറ്റ് ആയി തുടങ്ങി. യൂറോപ്യന്മാർ ഒരുപാട് കപ്പലിറങ്ങുകയും കന്നന്തിരിവ് അനുഭവിച്ചറിയുകയും ചെയ്തവർക്ക് സാമ്രാജ്യത്വ വിരുദ്ധ അസ്ഥിയിലുണ്ടായിരുന്ന മനുഷ്യർക്ക് സ്വാഭാവികമായും ലാറ്റിൻ അമേരിക്കൻ ടീമുകളോട് പഥ്യമായി. അവരുടെ താരങ്ങളിൽ വ്യവസ്ഥിതിക്കെതിരെ, അധികാര ഗർഭിനെതിരെ പോരാടുന്ന വിപ്ലവകാരികളെ കണ്ടു. അവരുടെ കുറിയ പാസുകൾ അവരുടെ പരിമിതികൾ പരുവപ്പെടുത്തിയതാണെന്നും അത് തങ്ങളുടേതിന് സമാനമാണെന്നും കണ്ടു. ഡ്രിബിൾ ചെയ്ത കുതിരയോട്ടങ്ങളിൽ ആവേശം പൂണ്ടു. വല നിറച്ചപ്പോൾ ആരവം കൊണ്ടു. പെലെയെ,
ഗാരിഞ്ചയെ, സീക്കോയെ, സോക്രട്ടീസിനെ, ഡെസ്റ്റിഫാനോയെ, കെമ്പസിനെ വായിച്ചും കേട്ടും ചിത്രം കണ്ടും മാത്രം അറിഞ്ഞവർ. 80കളിലെ മറഡോണയുടെ മാജിക്കാണ് മലയാളികൾ ആദ്യമായി ലോക ഫുട്ബോളിൽ ലൈവായി കാണുന്നത്. കളിക്കളത്തിനും അതിനു പുറത്തും ആരെയും ഭ്രമിപ്പിക്കുന്ന അയാളുടെ ശൈലിയാണ് ആകാശനീല കുപ്പായത്തിന് അർജന്റീനക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ ഉണ്ടാക്കി കൊടുത്തത്. ബാക്കി എന്ത് കാരണവും അതിനെല്ലാം ഒരുപാട് പിന്നിലാണ്. ഐക്കോണുകളാൽ ആ രാജ്യത്തിന് മേൽ ആരോപിക്കുന്ന ഇടത് രാഷ്ട്രീയവും അതിന് പിന്നിലാണ്. വായിച്ചാരാധന കൊണ്ട മറു ടീം തുടർച്ചയായി 3 ലോകകപ്പ് ഫൈനൽ കളിക്കുന്നതും ബെബറ്റോയും റൊമാരിയോയും പെനാൽറ്റി ബോക്സിൽ പട്ടു നെയ്യുന്നതും കോർണർ പോയിന്റിൽ അത് കെട്ടി തൊട്ടിലാടുന്നതും ലോകവും മലയാളിയും ഒന്നിച്ചു കണ്ടു. ആർട്രയോ സുപ്രീമസി കണ്ടു. ആ 1.5 പതിറ്റാണ്ടിൽ ഇന്റർനാഷണൽ ഫുട്ബോളിലെ ഏത് സൂചികൾക്കും മേലെ അവർ കൂടി നാട്ടിയത് കണ്ടു. ബ്രസീൽ ആരാധകർ എണ്ണം കൊണ്ട് മാത്രം നാട്ടിൽ 2ാമതായി. കേരളം റയോപുരവും ബ്യൂണസ് പടിയുമായി 4 കൊല്ലത്തിലൊരിക്കൽ മാറി. ഒരിഷ്ടം, ആരാധന, ആശയം ഉള്ളിൽ കയറുകയും അതൊരു മാസിനെ നയിക്കുകയും ചെയ്താൽ പിന്നെ അതൊരു ഭൗതിക ശക്തിയാണ്. പങ്കുവെക്കാനാവാത്ത ഒന്നിനായി മത്സരിച്ചാൽ ആദ്യത്തെ 2 പേർ തമ്മിൽ അതൊരു അൺഡിനേബിൾ റിവൽറി. അതിപ്പോ നിയമസഭ പിടിക്കാനായാലും കളിച്ച് കപ്പടിക്കാനായാലും. അതേസമയം തന്നെ ലാറ്റിൻ അമേരിക്കയോട് പുച്ഛമായി വരുന്ന യൂറോപ്യൻ ആരാധകരോട് അവർ ഒന്നിച്ചു നിന്നടിക്കും. 5:14 എന്ന ടീമുകളുടെ അനുപാതത്തിൽ നിന്ന് 22 ലോകകപ്പിൽ 10:12 എന്ന നിലക്ക് ലോകകപ്പ് എടുത്ത ഭൂഖണ്ഡങ്ങളുടെ പോരാട്ടത്തിൽ മൃഗീയാധിപത്യമുള്ള അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് യൂറോപ്പ് പലയിടങ്ങളിൽ നിന്നൂറ്റിയ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എങ്ങനെ ഫുട്ബോളിനെയും നയിക്കുന്നു എന്ന പൊളിറ്റിക്സിനോട് ചേർത്ത് പറഞ്ഞ് വായെടുക്കും. കളിയുടെ റൈവൽറി നാട്ടിലെ തല്ലുകളിയോടെ തീരണമെന്ന സാരോപദേശത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. 4 കൊല്ലം കൂടുമ്പോൾ 1 മാസം 1-2 അടി പൊട്ടിയാലും ഒരാവശ്യമുണ്ടായാൽ ഓടിക്കൂടാനും പന്തല് കെട്ടാനും ഈ 2 ഫാൻസും ഉണ്ടാവും വിധം ഡിസ്ട്രിബ്യൂഷൻ അവിടെ ഉണ്ടെന്ന് അവർക്കെല്ലാവർക്കും അറിയാം. ആ പന്തലിന്റെ മൂലയിൽ അതിലെണ്ണം കൊണ്ട് കൂടുതലുള്ള ആൽബി സെലസ്റ്റുകളോട് കപ്പെണ്ണം കൊണ്ട് കാനറികൾ കളി പറഞ്ഞു നിൽക്കുമെന്നും അറിയാം.